ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അമ്പലയാത്രയായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ആനൂട്ടാണ് കേട്ടോ. കർക്കിടക മാസമല്ലേ, എല്ലാ അമ്പലങ്ങളിലും ആനൂട്ടൊക്കെ അല്ലേ. അപ്പം ഇന്ന് ശരി, രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് 9:30 ആകുമ്പോഴേക്കാണ് ആനൂട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു 9:15 ആകുമ്പോൾ ഇവിടെ നിന്ന് മെല്ലെ വണ്ടിയിലല്ലേ പറഞ്ഞിട്ട് ഞങ്ങളൊരു 9:15 ആകുമ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക് കേട്ടോ. ഒരുപാട് ആൾക്കാരും വണ്ടികളൊക്കെ. ആനയൊക്കെ എത്തിയിരിക്കുന്നു കേട്ടോ. പക്ഷേ ആനൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ആനേനെ തൊഴിയിക്കാൻ കൊണ്ടുവരികയാണ് കേട്ടോ അമ്പലത്തിൻ്റെ നടയ്ക്ക്. ആ സമയത്ത് ഞങ്ങൾ കറക്റ്റായിട്ട് അവിടെ എത്തിയത്. അങ്ങനെ ആന തൊഴുകാൻ വരുന്ന സമയം, ഞങ്ങൾ തൊഴുകാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ആന വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം തൊഴുകാൻ വേണ്ടിയിട്ട് മാറി നിന്നു. അങ്ങനെ ആനയ്ക്ക് ഒരു വലിയ മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനൊരു നല്ല കുറിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ചന്തമുള്ള ഒരു ആന കേട്ടോ. അങ്ങനെ വന്ന് കണ്ടോ, തൊഴുകയാണ് കേട്ടോ. നമ്മുടെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആദ്യം തൊഴുകയാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് നടയിലൊക്കെ വന്നിരുന്ന് കണ്ടോ തൊഴുകയാണ്. അതിന് കുറിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അത് തൊഴുകും കേട്ടോ. അമ്പലത്തിൽ നന്നായി ഒരു ചിഹ്നമൊക്കെ വിളിച്ച് നന്നായി തൊഴുകണ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആന വലം വയ്ക്കാൻ വരും കേട്ടോ. ഇനി ഒരു വലം ചുറ്റിയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിന് കുറച്ച് മുകളിലാണ് അമ്പലം. അപ്പോൾ അപ്പുറത്തെ സ്റ്റെപ്പ് കൂടെയൊക്കെ കയറി വന്ന് ഇനി അമ്പലത്തിൽ വന്ന് തൊഴുത് ഒരു വലമൊക്കെ വെക്കണം കേട്ടോ. അവിടെ ഗണപതി ഭഗവാനെ തൊഴുകണ കണ്ടോ. ആന തലയൊക്കെ ആട്ടി നല്ല രീതിയിൽ തൊഴുകണ കണ്ടോ. ഞാനിങ്ങനെ ആന തൊഴുകണമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ അടുത്ത് തന്നെ കണ്ടു. അങ്ങനെ തൊഴുതിട്ട് മെല്ലെ ആന ഇറങ്ങിപ്പോവുക കേട്ടോ. ഗണപതിനെയൊക്കെ തൊഴുതിട്ട് ഇറങ്ങിപ്പോവാണ്. അവിടെ പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആനൂട്ടിന് വേണ്ടിയിട്ട് അവിടെ താഴത്ത് പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നടന്നു പോട്ടോ ആന. അന്നുവെച്ചാൽ നിറയെ ജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ ആളുകൾ കാണാനും പിന്നെ രാവിലെ തന്നെ ഗണപതി ഹോമവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനൂട്ടിൻ്റെ സ്ഥലത്തെത്തി താഴത്ത് പന്തലൊക്കെ ഇട്ട് ആനയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മുളയൊക്കെ വെച്ച് കെട്ടി. പിന്നെ അതിൻ്റെ താഴത്തൊരു ഷീറ്റൊക്കെ വിരിച്ച് ആനേനെ പിന്നെ അതിനൊരു നല്ല വേഷ്ടിയും മുണ്ടൊക്കെ ഇട്ട് എന്താ പറയുക കഴുത്തിലൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കൊമ്പിലൊക്കെ കെട്ടി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതിനെ അവിടെയൊക്കെ നിർത്തിയത്. കുറേ നേരം തൊള്ളയിടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാവം വിശന്നിട്ടായിരിക്കും. ഇതുവരെ ആനൂട്ട് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്പം തുടങ്ങും പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും തുടങ്ങിയില്ല കേട്ടോ. അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. നമ്പൂതിരി വന്ന് കുറേ നേരം അവിടെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമൊക്കെയാണ് കേട്ടോ ആനയ്ക്ക് ചോറ് കൊടുത്തത്. നമ്മൾ ഇപ്പം കൊടുക്കും എന്ന് വിചാരിക്കും. അല്ല കേട്ടോ. കണ്ടോ, നമ്പൂതിരി അവിടെ കുറേ നേരം നിന്ന് പൂജയൊക്കെ ചെയ്ത് എന്നിട്ടൊക്കെയാണ് ആനയ്ക്ക് കൊടുത്തത് കേട്ടോ. പിന്നെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു. ഞായറാഴ്ചയായിരുന്നു കേട്ടോ ആനൂട്ട്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് അവിടെ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു, അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും അവിടെ കഞ്ഞിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആനയൂട്ടായതുകൊണ്ടും പ്രത്യേകതരം പൂജകളും പിന്നെ ഗണപതി ഹോമവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. പിന്നെ സദ്യയായിരുന്നു കേട്ടോ. പിന്നെ ആനയൂട്ടിന് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ വീട്ടിൽ എല്ലാവർക്കും ആനേനെ പേടിയായത് കൊണ്ട് ഞങ്ങൾ ആനയൂട്ടിന് കൊടുത്തൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ആനയുടെ തുമ്പിക്കൈയിൽ അല്ല ആനയ്ക്ക് ചോറൊക്കെ കൊടുക്കണ്ടേ. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ആനയൂട്ടിനൊന്നും കൊടുത്തില്ല കേട്ടോ. പിന്നെ അന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നേരെ കാണാനും ഒക്കെ പറ്റിയിരുന്നു കേട്ടോ. കണ്ടോ, ആനയ്ക്ക് പുണ്യാഹവും കൊടുത്ത് പിന്നെ
എന്താണ് ആനയ്ക്ക് പഴം അതുപോലെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് ആദ്യം നമ്പൂതിരി അവിടെ ഇരുന്ന് പൂജയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മളെല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യം നമ്പൂതിരി പൂജയൊക്കെ ചെയ്ത് അവിടുത്തെ പായസവും പഴവും ഒക്കെ ഇട്ടിട്ട് ആദ്യം ഒരു പ്രസാദം ആനയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കേട്ടോ ഈ ആനൂട്ടിനുള്ള ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഓരോരുത്തർ കൊടുക്കുക. ആദ്യം ആനയുടെ വായിലായിരുന്നു കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും എത്താഞ്ഞത് കൊണ്ട് എല്ലാവരും ആനയ്ക്ക് തുമ്പിക്കൈയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ തുമ്പിക്കൈ കൊണ്ട് ആന വായിലേക്ക് ഇങ്ങനെ ഇട്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായി. അപ്പോൾ കണ്ടോ ആനയ്ക്ക് ഓരോ ഉരുള ഇങ്ങനെ കൊടുക്കണു. അത് ആന തുമ്പിക്കൈയിൽ വെച്ച് കൊടുക്കും. ആന ഇങ്ങനെ കഴിക്കും. ഈ കർക്കിടക മാസത്തിൽ ഇവർക്കൊക്കെ ഒരു ആനൂട്ട് കൊടുക്കുന്നത് പറഞ്ഞു വെച്ചാൽ ഇവർക്ക് എന്താ പറയുക സുഖചികിത്സയാണല്ലോ കർക്കിടക മാസത്തെ ആനകൾക്ക്. അപ്പോൾ അമ്പലങ്ങളിലൊക്കെയും ആനയൂട്ട് കൊടുക്കുമല്ലോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് തുമ്പിക്കൈയിൽ വെച്ചെടുത്ത് പാവം ആനയ്ക്ക് വിശന്നിട്ടതാണോ അതിന് നിറയെ കഴിക്കുന്നത് കണ്ടോ. അങ്ങനെ ഒരുവിധം ആനയൂട്ടിനുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. ആനയ്ക്കൊക്കെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ ആനേനെ അവിടെ കെട്ടാൻ കൊണ്ടുപോയിട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ക്യൂവിൽ നിന്നു കേട്ടോ. അന്നദാനത്തിൻ്റെ ക്യൂവിൽ പോയി നിന്നു. കുട്ടികളൊക്കെ നിന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ കുറച്ച് നേരം അവിടെയൊക്കെ പുഴയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.